അനിൽ വിളയിൽ കടകംപള്ളിയെ ചോദ്യം ചെയ്തു എന്ന് പറയുമ്പോൾ അന്വേഷണ സംഘത്തിന് മേൽ ഒരു സമ്മർദ്ദവും ഇല്ല എന്നുകൂടി കണക്കാക്കേണ്ടതല്ലേ? ശരിക്കും മുൻ മന്ത്രിയെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്, നിസാരക്കാരനല്ല കടകംപള്ളി സുരേന്ദ്രൻ. ഞങ്ങളൊക്കെ തുടക്കം തൊട്ട് തന്നെ പറയുന്ന കാര്യമാണല്ലോ ഇതിന്റെ അന്വേഷണം മന്ത്രിയിലേക്ക് എത്തിച്ചേരുമെന്നുള്ളത് സ്വാഭാവികമായിട്ടും അരിയാഹാരം കഴിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലായിരുന്ന കാര്യമാണ്. കാരണം കേരളത്തിലെ CPM-നെ സംബന്ധിച്ചിടത്തോളം ശ്രീ ഹസ്കർ എന്തു പറഞ്ഞാലും, ദേവസ്വത്തിന്റെ നിയമത്തിനെ പറ്റി അദ്ദേഹം എന്തു പറഞ്ഞാലും, ഈ കേരളത്തിലെ ദേവസ്വം ബോർഡ് CPM-ന്റെ നിയന്ത്രണത്തിലാണ് എന്നുണ്ടെങ്കിൽ ദേവസ്വം മന്ത്രിയും AKG സെന്ററും അറിയാതെ ദേവസ്വം ബോർഡിനകത്ത് ഒരു ഈച്ച പോലും പറക്കുകയില്ല എന്നുള്ളത് എല്ലാ വ്യക്തികൾക്കും അറിയാവുന്ന ഒരു വസ്തുത തന്നെയാണ്. ഈ ഹസ്കർ എന്ന് ഈ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് ഇദ്ദേഹം ദേവസ്വം സുരേന്ദ്രൻ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് പോലും മനപ്രയാസം ഉണ്ടായി എന്ന് പറയുന്ന സാഹചര്യം കേട്ടല്ലോ. തീർച്ചയായിട്ടും അങ്ങനെയുള്ള മനുഷ്യത്വപരമായിട്ടുള്ള ഒരു അർഹതയൊന്നും അദ്ദേഹത്തിന് ഇല്ല. മണിച്ചന്റെ ഡയറിയിൽ വന്നിട്ടുള്ള സ്ത്രീകളുമായിട്ടുള്ള സല്ലാപത്തിന്റെ ഓഡിയോ ക്ലിപ്പുകൾ പുറത്തു വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. കളങ്കിത വ്യക്തിത്വം തന്നെയാണ് ഇദ്ദേഹം. ഈ ദേവസ്വം മന്ത്രിയായിരുന്ന സുരേന്ദ്രൻ കളങ്കിത വ്യക്തിത്വം തന്നെയാണ്. അദ്ദേഹം അറിയാതെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു സാധാരണ അവതാരത്തിനെ ഒരു പൂർണ്ണ അവതാരമാക്കി ശബരിമലയിൽ മാറ്റിയതിന്റെ പ്രധാന കാരണക്കാരൻ ഈ മന്ത്രി തന്നെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിലേക്ക് അന്വേഷണം ഈ കടകംപള്ളിയിലേക്ക് ഇതിന്റെ അന്വേഷണം ചെന്നെത്തുക തന്നെ വേണം. ഒരു കാര്യമുണ്ട്, ഈ കാര്യത്തിൽ CPM മാത്രമൊന്നുമല്ല കുറ്റക്കാർ. ഇതിനകത്ത് കടകംപള്ളിയിലേക്ക് എത്തണമെന്ന് പറയുമ്പോൾ കടകംപള്ളിക്കെതിരെയുള്ള മൊഴി വേണം. അങ്ങനെ ഒരു മൊഴി കിട്ടിയിട്ടുണ്ടാവുമെന്ന് തന്നെ വേണമെങ്കിൽ കരുതാമില്ലേ? കാരണം പത്മകുമാർ കടകംപള്ളിയെ കൈവിട്ടോ എന്നുള്ള ചോദ്യമാണ്. ദൈവതുല്യൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ശവന്തീനികളല്ല എന്തായാലും എന്നുള്ള ഒരു മറുപടിയാണ്, കടങ്കഥ പറയുകയാണ് ഇന്ന് പത്മകുമാർ ചെയ്തത്. അതെ, ഇന്ന് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ദൈവതുല്യർ എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ബഹുവചനമാണെന്നതോടെ ശ്രീ മഞ്ജുഷ് കേൾക്കേണ്ടതാണ്. ബഹുവചനമാണ്, ദൈവതുല്യനല്ല, ദൈവതുല്യർ. അതുകൊണ്ട് ഒരു ദൈവതുല്യനായിട്ടുള്ള കടകംപള്ളിയിലേക്ക് അന്വേഷണം പോകില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് കൃത്യമായ രീതിയിൽ ഇന്ന് കേരളത്തിലും ഭാരതത്തിലും ഒക്കെ തണുപ്പ് കൂടുതലാണ്. ആ തണുപ്പ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെയും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണല്ലോ ഈ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ അവർ അനങ്ങാതിരുന്നത്. എന്തുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ ഈ ചോദ്യം ചെയ്യൽ പേരിനുള്ള ഒരു ചോദ്യം ചെയ്യലെന്നും പോലും പറയാനാവാത്ത ഒരു മൊഴിയെടുക്കൽ മാത്രമായിരുന്നോ ഇത്? അങ്ങനെ കണക്കാക്കേണ്ടി വരുമല്ലോ. അല്ല, നമ്മളൊരു കാര്യം ഓർക്കണം, കേരളത്തിലെ മാധ്യമങ്ങൾ എത്ര വിജിലന്റ് ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ നിൽക്കുന്നത്. ദിലീപിന്റെ വിഷയത്തിൽ ഉൾപ്പെടെ ശനിയാഴ്ച ചോദ്യം ചെയ്തു എന്നുള്ള വിവരം പോലും പുറത്തു വന്നില്ല. എത്രമാത്രം രഹസ്യാത്മകമായിട്ടാണ് SIT ഈ കടകംപള്ളി സുരേന്ദ്രന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. അല്ല, അത് ഹൈക്കോടതിയുടെ നിർദ്ദേശവും ഉണ്ടായിരുന്നു, ഇത് സെൻസേഷണൽ ആക്കരുത് എന്നുള്ള കാര്യം ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ചോദിച്ചോളട്ടെ, ബാക്കി ആൾക്കാരെ ചോദ്യം ചെയ്യുന്ന അതേ ദിവസം തന്നെ നിങ്ങളുടെ ചർച്ചകൾ വന്നിട്ടുണ്ടല്ലോ. ഇത് മാത്രം എന്താണ് 3 ദിവസം താമസിച്ചത്? അന്നേരം വളരെ കൃത്യമാണ്. ഇതിനകത്ത് ശ്രീ ഹസ്കർ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, ദേവസ്വം ബോർഡിലെ എല്ലാ കാര്യങ്ങളും മന്ത്രി തന്നെയാണ് നിയന്ത്രിക്കുന്നത്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ സൂചിപ്പിക്കാം. കഴിഞ്ഞ കുറെ കാലത്തിന് മുമ്പ് കോട്ടയത്ത് മെഡിക്കൽ കോളേജിന്റെ മേൽക്കൂര അടർന്നു വീണ് ഒരു സഹോദരി മരണമടഞ്ഞല്ലോ. ആ സഹോദരി മരണമടഞ്ഞതിന് ശേഷം ആ സഹോദരിയുടെ മകന് ജോലി കൊടുക്കാന് ദേവസ്വത്തിന്റെ മന്ത്രിയായിട്ടുള്ള ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി വാസവൻ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് നിയമനം കൊടുത്തത്? ആരോഗ്യ വകുപ്പിലല്ലല്ലോ. ഒരു നിയമനം പോലും കൊടുക്കാനുള്ള അധികാരം ദേവസ്വം മന്ത്രി എടുക്കുന്നുണ്ട് എങ്കിൽ ഈ കേരളത്തിലെ 3 പ്രധാനപ്പെട്ട ദേവസ്വം ബോർഡുകൾ ഉൾപ്പെടെ 5 ദേവസ്വം ബോർഡുകളുടെയും സമസ്ത കാര്യങ്ങളും തീരുമാനിക്കുന്നത് ദേവസ്വം മന്ത്രി തന്നെയാണ്. നിയമത്തിനെ പറ്റി വ്യാഖ്യാനിച്ചിട്ട് കാര്യമില്ല. CPM-ന്റെ ബലവും ആർജവും അതിന്റെ സംഘടനാ സംവിധാനവും അറിയാവുന്ന ഏതൊരു വ്യക്തിക്കും പകൽ പോലെ കാണാനൊക്കെ ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഹസ്കർ അങ്ങനെ എത്ര ഡിഫെൻഡ് ചെയ്താലും കാര്യമില്ല കേട്ടോ. അങ്ങനെ മന്ത്രിക്ക് ഒരു പങ്കുമില്ല, വകുപ്പിനൊരു പങ്കുമില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒഴിഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിൽ ജീവിക്കുന്ന ആളുകളല്ലായിരിക്കണം ഇത് ഈ പൊട്ടത്തരം വിശ്വസിക്കണമെങ്കിൽ. അല്ല മഞ്ജുഷ, ഇതില് സ്വർണ്ണക്കൊള്ള നടന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ ഇപ്പോ പറയുന്നത് 3 പേരുകാർ CPM-മായി ബന്ധമുണ്ട് എന്നുള്ളത് കൊണ്ട് CPM ഇത് കൊള്ളയ്ക്ക് കൂട്ടുനിന്നു, കൊള്ളയെ CPM അറിഞ്ഞു എന്ന അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നിടത്തും പ്രശ്നമുണ്ട്. എന്തുകൊണ്ടെന്നാൽ അന്വേഷണ പുരോഗതിയിൽ SIT നടത്തുന്ന അന്വേഷണ പുരോഗതിയിൽ വലിയ പങ്ക് ആശ്വാസം കേരളത്തിൽ പൊതുസമൂഹത്തിനുണ്ട്. ആ പൊതുസമൂഹത്തിന്റെ വിശ്വാസ്യത ഒരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു കുറ്റകൃത്യത്തെ സംബന്ധിച്ചിടത്തോളം അറിയുന്ന വിവരങ്ങളെ സംബന്ധിച്ച് അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തും. അതുപ്രകാരമാണ് കടകംപള്ളി സുരേന്ദ്രനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് എന്നുള്ളതിലൊരു സംശയമുണ്ട്. അത് മാധ്യമങ്ങളോട് പറയുകയും മാധ്യമങ്ങളിലൂടെ പൊതുജനങ്ങൾ അറിയുകയും അത് ആഘോഷമാക്കുകയും ഒക്കെ വേണമായിരുന്നു. രഹസ്യാത്മകമായി ചെയ്തു അല്ലെങ്കിൽ എപ്പ ചെയ്തു എന്നുള്ള നല്ല പ്രശ്നം. തെരഞ്ഞെടുപ്പിന് മുൻപ് കടകംപള്ളിയെ ചോദ്യം ചെയ്തില്ല എന്നുള്ളത് ഒരു വലിയ അപരാധമായി SITക്ക് മുന്നിൽ നിൽക്കുകയാണ്.
ഇവിടെ അല്ല, അത് ആ ശരി, രീതിയിലല്ല വളരെ അതിനെ അവിടെ കാണുന്നത്. കണ്ണടയ്ക്കുകയായിരുന്നു. വേണ്ടത്ര തെളിവുകളൊക്കെ ആ സമയത്ത് തന്നെ കിട്ടിയിരുന്നു. അതിനേക്കാൾ വലിയ കാര്യങ്ങളൊന്നും അതിനുശേഷം സംഭവിച്ചുമില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം ഇത് ഹൈക്കോടതി ഇടപെട്ടത് കൊണ്ട് മാത്രം പിന്നീട് അന്വേഷണം ഊർജ്ജസ്വലമായി മുന്നോട്ട് പോയി എന്ന് തന്നെ കണക്കാക്കേണ്ടി വരും. തദ്ദേശ അങ്ങനെയല്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് ആ സമയത്ത് ഒരു വക നടന്നിട്ടില്ല SITയുടെ ഭാഗത്ത് നിന്ന്. അങ്ങനെയല്ല, രണ്ട് ജാമ്യാപേക്ഷകളിൽ മേൽ ഒരു കോമൺ ഓർഡർ എഴുതിയപ്പോൾ ജസ്റ്റിസ് ബദറുദ്ദീൻ വളരെ കൃത്യമായിട്ട് ഇക്കാര്യത്തെ സംബന്ധിച്ച് വിശദമായി പരിശോധിക്കുകയും ആ പരിശോധനയിൽ എന്തുകൊണ്ട് വൈക്കാരിയസ് ലയബിലിറ്റിയുടെ പേരിൽ ബോർഡ് അംഗങ്ങളായിട്ടുള്ള വിജയകുമാറിനെയും ശങ്കർദാസിനെയും അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. ആ വസ്തുത മുൻനിർത്തിക്കൊണ്ട് സർക്കാരിനെതിരെ അല്ലെങ്കിൽ SITക്കെതിരെ ഒരു വലിയ വിമർശനം കോടതി നടത്തിയിരിക്കുന്നു എന്ന നിരീക്ഷണത്തിലാണ് പൊതുബോധം എത്തപ്പെടുന്നതിന് വേണ്ടി ശ്രമം ഉണ്ടായിട്ടുള്ളത്. ഇലക്ഷൻ ആയതുകൊണ്ട് അല്ല ഒരു അന്വേഷണം അവിടെ തടസ്സപ്പെട്ടത്. ഇലക്ഷന് വേണ്ടി ഏതെങ്കിലും തരത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെട്ട അന്വേഷണത്തെ പന്ഥീഭവിപ്പിച്ചു എന്ന തോന്നൽ പോലും അക്കാര്യത്തിൽ വേണ്ട. കാരണം സകല വിധമായിട്ടുള്ള തെളിവുകൾ കണ്ടെത്തുന്നതിനും സാക്ഷിമൊഴികൾ എടുക്കുന്നതിനും ആയിട്ടുള്ള സക്രിയമായ ഇടപെടൽ SIT നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. പുറത്തുനിന്ന് കാണുന്നത് പോലെയല്ല അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമായി എത്തുന്നു. ഒരു മുൻ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച വലിയ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം, ആ ആരോപണത്തെ പോലും അഡ്രസ് ചെയ്തുകൊണ്ടാണ് SIT പോകുന്നത്. അതാണ് ഡിണ്ടിഗൽ മണിയിലേക്കോ ചെന്നിത്തലയുടെ പ്രതികരണം കേൾക്കാം. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു എന്നുള്ള വാർത്ത അറിഞ്ഞതിന് ശേഷം രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വത്തിന്റെ ചുമതല വഹിച്ചപ്പോഴാണല്ലോ ഇതൊക്കെ നടന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു മന്ത്രി അറിയാതെ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശബരിമലയിൽ ഉണ്ടായി എന്ന് ആര് വിശ്വസിക്കും? ആർക്കാണ് വിശ്വസിക്കാൻ കഴിയുന്നത്? 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും മാത്രം വിചാരിച്ചാൽ ഇത്രയും വലിയ ഒരു സ്വർണ്ണക്കൊള്ള അവിടെ നടത്താൻ കഴിയുമോ? കഴിയില്ല. അപ്പോൾ ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയമായ ഉദ്ദേശമുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയമായ പരിരക്ഷയുണ്ട് എന്ന് കണ്ടുകൊണ്ടല്ലേ ഈ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാര് ഇത് ചെയ്തത്. ഈ 2 CPMന്റെ ഉന്നതരായ നേതാക്കളാണ് ജയിലിൽ കിടക്കുന്നത്. ഇപ്പൊ മൂന്നാമതൊരാൾ ഇന്നലെ വിജയകുമാർ, കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ CPMന്റെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ് 1ാം പിണറായി ഗവൺമെന്റ് കാലത്ത്. അദ്ദേഹം ജയിലിൽ കിടക്കുകയാണ്. അപ്പൊ 3 പ്രധാനപ്പെട്ട CPM നേതാക്കന്മാർ ജയിലിൽ പോയി. മന്ത്രി ഇതൊന്നും അറിയാതെയാണ് എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? ശ്രീ സേനാപതി വേണു, സക്രിയമായി തന്നെ കാര്യങ്ങൾ പോകുന്നു, അന്വേഷണം പോകുന്നു എന്ന ഹസ്കറിന്റെ വാദം, അതിനെ താങ്കൾ എങ്ങനെ കാണുന്നു? അതിനെ നിഷേധിക്കുന്നുണ്ടോ താങ്കൾ, അന്വേഷണം മുന്നോട്ട് പോകുന്നതിനെ? അല്ല, അന്വേഷണം ഇത്രയും കാലം അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഒരു മാസക്കാലം മന്ദീഭവിച്ച് കിടന്നുകൊണ്ടാണല്ലോ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന് ഇങ്ങനെ ഒരു കാര്യം പറയേണ്ടിയിരിക്കുന്നത്. ഇനി ഇവിടെ വളരെ പ്രസക്തമായ ഒരു കാര്യം ശ്രീ രാഹുൽ ഈശ്വർ സൂചിപ്പിച്ചത് ഞാനത് ആവർത്തിക്കുകയാണ്. ഇവിടെ തുണ്ടി മുതലിന്റെ ഒരു റിക്കവറി ഇതുവരെയും നടന്നിട്ടില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം എൻ വാസുവിന്റെ ബെയിൽ ആപ്ലിക്കേഷനിൽ അദ്ദേഹം ഉയർത്തിയിരിക്കുന്ന ഒരു കണ്ടൻഷൻ അത് തന്നെയാണ്. 98 ഇങ്ങനെ സ്വർണ്ണപ്പാളി പതിപ്പിച്ചിട്ടില്ല, അങ്ങനെ ഒരു സാധനം ഇല്ല എന്നുള്ള ഒരു കണ്ടൻഷൻ അദ്ദേഹത്തിന്റെ ബെയിൽ ആപ്ലിക്കേഷനിൽ പോലും അദ്ദേഹം റേസ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇനി ഇവിടെ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് ദിണ്ടിഗൽ മണിയോ അല്ലെങ്കിൽ ദാവൂദ് മണിയോ ഡയമണ്ട് മണിയോ ആരുമായിക്കൊള്ളട്ടെ, ഇനി ഈ സ്വർണം റിക്കവറി ചെയ്യപ്പെടണം. എന്തുകൊണ്ടാണ് ഗോവർദ്ധന്റെ ബെയിൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇന്ന് ഹൈക്കോടതി അത് നിരസിക്കാനുള്ള കാരണം, അവധിക്കാല ബെഞ്ച് നിരസിക്കാനുള്ള കാരണം, റിക്കവറി നടന്നിട്ടില്ല. ആ റിക്കവറി നടക്കാതെ ഈ കേസ് ഇത് നിയമത്തിന്റെ മുമ്പിൽ സ്റ്റാൻഡ് ചെയ്യല. സ്വർണം കൊണ്ടുപോയിട്ടുണ്ട് അല്ലെങ്കിൽ സ്വർണ്ണപ്പാളി പോയിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് എടുത്തെടുത്ത് പറയാമെങ്കിലും, അല്ലല്ല, അത് ഹൈക്കോടതിയുടെ ഉത്തരവിന് ശേഷവും അവിടെ ശാസ്ത്രീയ പരിശോധന നടത്തണം എന്ന് ഹൈക്കോടതി പറഞ്ഞതിന് ശേഷവും അതിലേക്ക് കൺക്ലൂഡ് ചെയ്യുവാനുള്ള തെളിവുകളുമായിട്ട് SITക്ക് മുന്നോട്ട് വരാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇപ്പോൾ അവിടെയുള്ള ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളും അതുപോലെ തന്നെ കട്ടിളപ്പാളികളിലെ സ്വർണ്ണപ്പാളികളും ഇതൊക്കെ